നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള T20 പരമ്പരയുടെ കൊട്ടിക്കലാശത്തിന് കേരളം ഒരുങ്ങി. അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച രാത്രി 7 മണിക്ക് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുകയാണ്. മത്സരഫലം അപ്രസക്തമാണെങ്കിലും ജയത്തോടെ തന്നെ പരമ്പര അവസാനിപ്പിക്കാനായിരിക്കും ഇരു ടീമുകളും ആഗ്രഹിക്കുക. പരമ്പരയിൽ ഇന്ത്യ ഇപ്പോൾ 3-1 വരെ മുന്നിട്ട് നിൽക്കുകയാണ്. ഹാട്രിക് ജയത്തോടെ ഇന്ത്യ പരമ്പര പിടിച്ചെടുത്തപ്പോൾ 4-ാം അങ്കത്തിൽ ന്യൂസിലാൻഡ് തിരിച്ചടിക്കുകയായിരുന്നു. കഴിഞ്ഞ 4 മത്സരങ്ങളിലും ഇന്ത്യയുടെ വ്യത്യസ്ത ടീമുകളെയാണ് കണ്ടത്. അവസാന മത്സരത്തിലും പുതിയ ലുക്കിലുള്ള ടീമിനെ തന്നെ പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം വേദിയാവുന്ന 5-ാം അങ്കത്തിൽ ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിംഗ് 11 എങ്ങനെയാവുമെന്ന് നമുക്ക് പരിശോധിക്കാം. ന്യൂസിലാൻഡുമായുള്ള ഈ പരമ്പരയിലെ ആദ്യത്തെ 4 T20കളിലും തിളങ്ങാനായില്ലെങ്കിലും മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന് അവസാനമായി ഒരവസരം കൂടി ഇന്ത്യ നൽകിയേക്കും. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ തന്റെ കരിയർ തിരിച്ചുപിടിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന സുവർണാവസരമായിരിക്കും ഇത്. ഒരു സെഞ്ചുറിയോ അല്ലെങ്കിൽ 80+ റൺസോ നേടാനായെങ്കിൽ മാത്രമേ ലോകകപ്പിൽ ഇന്ത്യൻ പ്ലേയിംഗ് 11-ൽ സഞ്ജു സ്ഥാനം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതിനു സാധിച്ചില്ലെങ്കിൽ ടൂർണമെന്റിലുടനീളം അദ്ദേഹം ബെഞ്ചിലായിരിക്കും. 10, 6, 0, 24 എന്നിങ്ങനെയാണ് കഴിഞ്ഞ 4 ഇന്നിംഗ്സുകളിലെ അദ്ദേഹത്തിന്റെ സ്കോറുകൾ. സഞ്ജുവും അഭിഷേക് ശർമ്മയുമായിരിക്കും ഇന്ത്യയ്ക്കു വേണ്ടി ഒരിക്കൽ കൂടി ഓപ്പണിംഗിൽ കളിക്കുക. 3-ാം നമ്പറിൽ ഇഷാൻ കിഷൻ തിരിച്ചെത്തും. പരിക്ക് കാരണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരുന്നു. പക്ഷേ ഈ പരിക്ക് അത്ര സാരമുള്ളതല്ല. അടുത്ത കളിയിൽ ഇഷാനെ 11-ൽ ഉറപ്പായും പ്രതീക്ഷിക്കാം. അതിനുശേഷം 4-ാം നമ്പറിൽ ബാറ്റിംഗിനെത്തുക ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരിക്കും. ഇന്ത്യൻ 5-ാം നമ്പറിൽ കളിക്കുക ഇടംകയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമായ ശിവം ദുബെയാണ്. പക്ഷേ 6-ാമനായി സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ കണ്ടേക്കില്ല. ലോകകപ്പിനു മുമ്പ് അദ്ദേഹത്തിന് ചെറിയൊരു ബ്രേക്ക് നൽകിയേക്കും. പകരം ഈ പൊസിഷനിലെത്തുക ഇടംകയ്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടറും വൈസ് ക്യാപ്റ്റനുമായ അക്ഷർ പട്ടേലായിരിക്കും. ആദ്യ T20യിൽ ബൌളിംഗിനിടെ പരിക്കേറ്റ അദ്ദേഹത്തിന് അവസാന 3 കളിയും നഷ്ടമായിരുന്നു. എന്നാൽ പരിക്കിൽ നിന്നും മോചിതനായി അവസാന മത്സരത്തിലൂടെ തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. അക്ഷർ കഴിഞ്ഞാൽ പിന്നാലെ 7-ാമനായി ഫിനിഷറായ റിങ്കു സിംഗിനെ കാണാം. ബൌളിംഗ് നിരയിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്ത്യക്കായി 8-ാം നമ്പറിൽ കളിക്കുക പേസർ ഹർഷിത് റാണയായിരിക്കും. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ബാറ്റിംഗിൽ ടീമിന് കൂടുതൽ ആഴവും നൽകും. കഴിഞ്ഞ കളിയിൽ ഫ്ലോപ്പായെങ്കിലും 5-ാം അങ്കത്തിൽ ഇതിന്റെ ക്ഷീണം തീർക്കാനായിരിക്കും ഹർഷിത്തിന്റെ ശ്രമം. മടങ്ങിയെത്തിയാൽ മറ്റൊരു സൂപ്പർ സ്പിന്നറായ കുൽദീപ് യാദവിന് വിശ്രമവും ഇന്ത്യ നൽകിയേക്കും. വരുണിനൊപ്പം ടീമിലെ മറ്റൊരു സ്പിന്നർ രവി ബിഷ്ണോയായിരിക്കും. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകി ചുമതല അർഷ്ദീപ് സിംഗിനും ഇന്ത്യ നൽകിയേക്കും.